അസ്സലാമു റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധവും പരിപാവനവുമായ യൗമുൽ തർവിയയുടെ പകലിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. പരിശുദ്ധമായ തർവിയയുടെ പകൽ നമ്മിൽ പലരും നോമ്പുകാരാണ്. അള്ളാഹു നോമ്പൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ ഇന്നത്തെ പകലിൽ നാം ശ്രദ്ധിക്കാനുള്ളതും ഇന്നത്തെ രാവ് നമ്മിലേക്ക് സമാഗതമാകുന്നത്, ഇന്നത്തെ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഞെരിഞ്ഞമർന്നാൽ അസ്തമിച്ചാൽ നമ്മിലേക്ക് കടന്നു വരുന്ന രാവ് പരിശുദ്ധമായ അറഫയുടെ രാവാണ്. ആ അറഫയുടെ രാവിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ പരിശുദ്ധമായ പകലിലും ഇന്നത്തെ രാവിലുമൊക്കെയായി, നാളത്തെ അറഫയുടെ രാവിലൊക്കെയായി നിങ്ങൾ ഈ ഒരു തസ്ബീഹ് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പെന്ന് നബി തങ്ങൾ പറഞ്ഞ അത്ഭുതത്തിന്റെ തസ്ബീഹ് തുടങ്ങിയുള്ള ഒരു പിടി കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ പലർക്കും നോമ്പുണ്ട് അല്ലേ? തർവിയയുടെ പകലിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പകലിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ തർവിയയുടെ രാവിലെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ പകൽ നാം ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ വർത്തമാനം, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാകണം. എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് വിദൂരത്താകണം. ഇന്നത്തെ രാവിലും ഇന്നത്തെ പകലിലും അതുപോലെ അറഫയുടെ രാവിലും പകലിലുമൊക്കെ ഒരു തെറ്റ് ചെയ്താൽ അതിന് അധികരിച്ച ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സാധാരണ ദിവസങ്ങളെ പോലെയല്ല. കാരണം ദുൽഹിജ്ജയുടെ 8ഉം ദുൽഹിജ്ജയുടെ 9ഉമെല്ലാം വളരെ പവിത്രമുള്ള രാവുകളാണ്. കാരണം അത്രമാത്രം പ്രതിഫലങ്ങളും അതിനല്ല നൽകിയിട്ടുണ്ട് എന്ന് ഹദീസുകളെ വെളിച്ചത്തിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമത് ഇന്നത്തെ പകൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, തെറ്റുകളിൽ നിന്ന് തിന്മകളിൽ നിന്ന് നാം മാറി നിൽക്കുന്നവരാവുക. 2, നമ്മൾ നമസ്കാരങ്ങൾ ജമാഅത്ത് നിർവഹിക്കുക. സുബഹി കഴിഞ്ഞു, ഇനി നമ്മൾ ളുഹറും അസ്റും മഗ്രിബ് ഇശായൊക്കെ പരമാവധി ജമാഅത്ത് നിർവഹിക്കുകയും പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി അത് നിർവഹിച്ച് ജമാഅത്തായി നിർവഹിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇന്നത്തെ രാവിനെ പരിഗണിച്ചാൽ, ഇന്നത്തെ പകലിനെ പരിഗണിച്ചാൽ, ആ തർവിയുടെ രാവും പകലും നാം പരിഗണിച്ചാൽ, അറഫയുടെ രാവിനെ പരിഗണിച്ചാൽ, അറഫയുടെ പകലിനെ പരിഗണിച്ചാൽ, പെരുന്നാളിന്റെ രാവിനെ പരിഗണിച്ചാൽ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ടെന്നാണ്. അള്ളാഹു അങ്ങനെ പോകാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. സ്വർഗപ്രവേശനം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു തരുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്നറിയോ? ഈ രാവിനെ, തർവിയയുടെ രാവിനെയും തർവിയയുടെ പകലിനെയും അറഫയുടെ രാവിനെയും അറഫയുടെ പകലിനെയൊക്കെ വേണ്ട വിധത്തിൽ പരിഗണിച്ചാൽ, നമ്മുടെ ദുആ ചെയ്താൽ, ഒരു പക്ഷേ അടുത്ത തർവിയയുടെ രാവിൽ, അടുത്ത തർവിയയുടെ പകലിൽ നമ്മൾ മക്കയിലായിരിക്കും, ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലായിരിക്കും. അതിന് അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. 2ാമത് ജമാഅത്ത് നിർവഹിക്കുക. 3ാമത്തത് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാണ്. 3ാമത്തത് സുന്നത്തുകളെ നമ്മൾ അധികരിപ്പിക്കുക. സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, അതോടൊപ്പം നോമ്പുകാരാണല്ലോ, ബാത്റൂമിൽ കയറുമ്പോൾ ചെല്ലാനുള്ള സുന്നത്ത്, ഇറങ്ങുമ്പോൾ ചെയ്യാനുള്ള സുന്നത്ത്, അതുപോലെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്ത്, വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്ത്, അങ്ങനെ സുന്നത്തുകളെ ഇന്നത്തെ രാവിലും ഇന്നത്തെ പകലിലും അറഫയുടെ രാവിലും പകലിലുമെല്ലാം ഒന്ന് പരിഗണിച്ചാൽ ഉന്നതമായ പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുക. അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അതോടൊപ്പം പ്രിയമുള്ളവരെ, 4ാമത് ചെയ്യാനുള്ളത്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ദിക്റുകൾ അധികരിപ്പിക്കുക. അറിയാവുന്ന ദിക്റുകൾ, എത്രയോ ദിക്റുകൾ നമുക്കറിയാം, എത്രയോ ദുആകൾ നമുക്കറിയാം, എത്രയോ സ്വലാത്ത് നമുക്കറിയാം. ഖുർആനിക പാരായണം, സൂറത്തുൽ ഫജ്റും ഹജ്ജും ഒക്കെ നമുക്ക് ഇന്നത്തെ പകലിൽ പാരായണം ചെയ്യാം. ഖുർആനുമായി ബന്ധമുണ്ടാക്കുക, ദിക്ർ നമ്മൾ അധികരിപ്പിക്കുന്നവരാവുക. വളരെ മഹത്വമുള്ള ദിക്ർ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നത്തെ തർവിയയുടെ പകൽ ഈ ഒരു ദിക്ർ, ഇസ്തിഗ്ഫാർ നിങ്ങൾ ചൊല്ലിയാൽ, ഈ പാപമോചനം നിങ്ങൾ ചോദിച്ചാൽ ഉറപ്പാണ്, മരിച്ചാൽ സ്വർഗവും, ഇല്ലെങ്കിൽ പാപമോചനം ഉറപ്പാണെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ തസ്ബീഹ്. എന്ന് പറഞ്ഞാൽ ഈ തർവിയയുടെ പകലിൽ ഈ പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ നമ്മൾ ഒരു വട്ടം ചൊല്ലി നമ്മുടെ മരണപ്പെട്ടാൽ നമ്മൾ സ്വർഗത്തിലാണ്. ഇനി മരിച്ചില്ല, അല്ലാഹു ആയുസ്സും ആരോഗ്യം തന്നാൽ നമ്മളെ പാപം അല്ലാഹു പുറത്തുവരുമെന്നാണ്. അത്രമാത്രം പവിത്രമായ ഒരു ഇസ്തിഗ്ഫാറാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അതിന്റെ മഹത്വം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഞാൻ വേഗത്തിൽ പറയാണ്, ഏതാണ് ഇസ്തിഗ്ഫാർ? സ്ക്രീനിൽ കാണുന്നതാണ്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഉതു അഊദു ബിക മിൻ ശർരി മാ സ്വനഉതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദൻബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. മുമ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുന്നവരാവുക. അതോടൊപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ പകൽ നമ്മൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാകുന്നത് അറഫയുടെ രാവാണ്. അറഫയുടെ രാവിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നാം ഇന്നലെ സൂചിപ്പിച്ചു
സൂചിപ്പിച്ചതുപോലെ ജമാഅത്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക, തസ്ബീഹുകളും തഹ്ലീലുകളും ഇസ്തിഗ്ഫാറുകളും ഖുർആനിക പാരായണങ്ങളുമായി പരിഗണിക്കുക. അത് നമ്മൾ ആ രാവിനെ പരിഗണിച്ച് ഹയാത്താക്കുക. കഴിയുമെങ്കിൽ അറഫയുടെ രാവ് മുഴുവനുമായി ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇബാദത്തെടുക്കുക. അതിന് കഴിയില്ല എങ്കിൽ ഒന്നല്പസമയം അധികം എടുത്തിരുന്ന് ഫുള്ളിരിക്കുന്നില്ല എങ്കിലും ഒരു പകുതിയെങ്കിലും ഇരുന്ന് അർദ്ധരാത്രി വരെയെങ്കിലും ഇരുന്ന് ഇബാദത്തെടുക്കുക. അതിനും കഴിയില്ല എങ്കിൽ ഒരല്പസമയം ഉറക്കം അധികം ഉറങ്ങുന്നതിനൊരല്പമും ശേഷം, അതായത് സാധാരണ ഉറങ്ങുന്നതിനേക്കാൾ നമ്മൾ ഉറങ്ങുന്ന 10 മണിക്കാണെങ്കിൽ ഒരു 11 മണി വരെയെങ്കിലും എന്തെങ്കിലും ഇബാദത്തിലായി കഴിയുക, നിക്കറുകളിലെ കഴിയും. 3 രീതിയിൽ ഇന്നത്തെ അറഫയുടെ രാവിനെ കൂടി നമ്മൾ പരിഗണിക്കണമെന്ന് ഉണർത്തുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാകുന്നത് അറഫയുടെ പകലാണ്. അറഫയുടെ പകൽ നമ്മൾ നോമ്പെടുക്കണം. ഞാൻ ഇന്നത് പറയാൻ കാരണം നാളെ അറഫയുടെ മഹത്വം പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പറയാൻ കാരണം നാളത്തെ അറഫയുടെ മഹത്വം പറയുമ്പോൾ പലർക്കും ഇടയത്തരം കഴിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പൊ അറഫയുടെ നോമ്പുകാരായിരിക്കും. എന്റെ പ്രിയമുള്ളവരെ, അറഫയുടെ രാവിന്റെ മഹത്വം വലുതാണ്. ദുൽഹിജ്ജ 1 മുതൽ 8 വരെ അള്ളാഹു ഇബാദത്തിന് 1 വർഷത്തെ പ്രതിഫലമാണ്. പക്ഷെ അറഫയുടെ രാവിന് പകലിന് 2 വർഷത്തെ ഇബാദത്തിന്റെ കൂലി എന്നാണ്. പക്ഷേ അറഫയുടെ പ്രതിഫലം കിട്ടാത്ത, തർവിയയുടെ പ്രതിഫലം കിട്ടാത്ത, ദുൽഹിജ്ജ മാസത്തിന്റെ പ്രതിഫലം ഒന്നും കിട്ടാതെ അമലുകളെല്ലാം അവന്റെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന 4 വിഭാഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അവന് തർവിയുടെ രാവിന്റെ മഹത്വമില്ല, അവന് തർവിയുടെ പകലിന്റെ മഹത്വമില്ല, അറഫയുടെ രാവിന്റെ മഹത്വമില്ല, അറഫയുടെ പകലിന്റെ മഹത്വമില്ല, ബലിപെരുന്നാളിന്റെ രാവിന്റെ മഹത്വമില്ല. ആരാണ് ആ വിഭാഗം? സ്വഹാബത്ത് സങ്കടത്തോടെ ചോദിച്ചപ്പോൾ നബി തങ്ങൾ ഒന്നാമത് പറഞ്ഞത് ഷാരിബുൽ ഖംർ, കള്ളുകുടി, ലഹരികളുമായി ബന്ധപ്പെടുന്നവരാണ്. അള്ളാഹു നമ്മുടെ കുടുംബക്കാരെ കാക്കട്ടെ, നമ്മളെ കാക്കട്ടെ ലഹരികളെ തൊട്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവർ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉമ്മയുടെ കണ്ണുനീര്, വാപ്പയുടെ കണ്ണുനീര്, ഉമ്മയുടെ പിണക്കം, വാപ്പയുടെ പിണക്കം, ഉമ്മയുടെ ദേഷ്യം, വാപ്പയുടെ ദേഷ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ തർവിയുടെ പകലിൽ അറഫയുടെ രാവിൽ മാറ്റിവെക്കാതെ ഒന്ന് പോയി പൊരുത്തം ചോദിച്ചേക്ക്. അനക്ക് മഹത്വമുണ്ടില്ലെങ്കിൽ നിന്റെ അമലുകൾ ഒന്നും അല്ല സ്വീകരിക്കപ്പെടൂല. മൂന്നാമത്തത് കുടുംബ ബന്ധം മുറിച്ചവനാണ്. കുടുംബത്തിൽ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പൊരുത്തം ചോദിച്ചോ, സ്വർഗമില്ല. അതോടൊപ്പം 4-മത്തത് പരസ്പരം പിണങ്ങി കഴിയുന്നവരാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ, നാളെ നമ്മൾ അറഫയുടെ നോമ്പെടുക്കണം. അറഫയുടെ നോമ്പെടുത്താൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1 അവന് കിട്ടുന്ന പ്രതിഫലം ഖബറിൽ നിന്നും മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ മലക്കുകളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത് അവരാണ് കൈ പിടിച്ച് കൊണ്ടുവരിക എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 സ്വർഗ്ഗത്തിൽ ഉന്നതമായ കൊട്ടാരം കിട്ടും. മൂന്നാമത്തത് 30 നന്മയുടെ വാതിലുകൾ തുറക്കും, 30 തിന്മയുടെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. 4-മത്തത് ഈസാ നബിക്ക് എന്ത് പ്രതിഫലം അല്ലാഹു കൊടുക്കുവോ അത് നിനക്കും അല്ലാഹു തരുമെന്നാണ്. 5-മത്തത് ആയുസ് നീട്ടിക്കിട്ടും. എങ്ങനെയാണ് ആയുസ് നീട്ടിക്കിട്ടേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, അറഫയുടെ നോമ്പ് ഒരാൾ എടുത്താൽ 1 വർഷം അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളെല്ലാം പൊറുക്കും. വരാനിരിക്കുന്ന പാപം പൊറുക്കണമെങ്കിൽ 1 വർഷം കൂടി ആയുസ് വേണമല്ലോ. അതിനർത്ഥം മഹാരഥന്മാർ പഠിപ്പിക്കുന്നു, അറഫയുടെ നോമ്പെടുത്താൽ അവൻ ആയുസ് വർദ്ധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഒരൊറ്റ തസ്ബീഹ് ഞാൻ പഠിപ്പിച്ചു തരാം. നബി തങ്ങൾ പറഞ്ഞു, തർവിയുടെ പകലിൽ, അറഫയുടെ രാവിൽ, അറഫയുടെ പകലിൽ, പെരുന്നാളിന്റെ രാവിൽ ഈ ഒരു തസ്ബീഹ് ഒരു വട്ടം നീ ചൊല്ലി, ഇവിടെ നീ എന്ത് ചോദിച്ചാലും അല്ലാഹു നിനക്ക് ഉത്തരം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആലോചിക്കെ, ഒരേ ഒരു വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ തസ്ബീഹ് ഏതെന്നറിയോ? വേഗം ഒന്ന് കേട്ടോളിൻ, കണ്ടു പഠിച്ചോളിൻ. സ്ക്രീനിൽ കാണിച്ചു തരാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലദീ ഫിസ് സമാഇ അർശുഹു, സുബ്ഹാനല്ലദീ ഫിൽ അർളി മൗതിനുഹു, സുബ്ഹാനല്ലദീ ഫിൽ ബഹരി സബീലുഹു, സുബ്ഹാനല്ലദീ ഫിന്നാരി സുൽത്താനുഹു, സുബ്ഹാനല്ലദീ ഫിൽ ജന്നത്തി റഹ്മത്തുഹു, സുബ്ഹാനല്ലദീ ഫിൽ ഖുബൂരി ഖലാഉഹു, സുബ്ഹാനല്ലദീ ഫിൽ ഹവാഇ റൂഹുഹു, സുബ്ഹാനല്ലദീ ഫീ റഫഅസ് സമാഇ, സുബ്ഹാനല്ലദീ ഫീ വളഅൽ അർളി, സുബ്ഹാനല്ലദീ ഫീ ലാ മൽജഅ വലാ മൻജാ മിൻഹു ഇല്ലാ ഇലൈഹി. ഒന്നുകൂടി കേട്ടോ. സുബ്ഹാനല്ലദീ ഫിസ് സമാഇ അർശുഹു, സുബ്ഹാനല്ലദീ ഫിൽ അർളി മൗതിനുഹു, സുബ്ഹാനല്ലദീ ഫിൽ ബഹരി സബീലുഹു, സുബ്ഹാനല്ലദീ ഫിന്നാരി സുൽത്താനുഹു, സുബ്ഹാനല്ലദീ ഫിൽ ജന്നത്തി റഹ്മത്തുഹു, സുബ്ഹാനല്ലദീ ഫിൽ ഖുബൂരി ഖലാഉഹു, സുബ്ഹാനല്ലദീ ഫിൽ ഹവാഇ റൂഹുഹു, സുബ്ഹാനല്ലദീ ഫീ റഫഅസ് സമാഇ, സുബ്ഹാനല്ലദീ ഫീ വളഅൽ അർളി, സുബ്ഹാനല്ലദീ ഫീ ലാ മൽജഅ വലാ മൻജഅ മിൻഹു ഇല്ലാ ഇലൈഹി. അത്ഭുതത്തിന്റെ തസ്ബീഹ്. ഇത് നമ്മൾ 1 വട്ടം ചൊല്ലി, ഇത് 1 വട്ടം ചൊല്ലിയിട്ട് ഈ പറയുന്ന ദുആ നമ്മൾ ചൊല്ലിയാൽ അടുത്ത വർഷത്തിൽ ഉടനെ, അടുത്ത വർഷത്തിലോ തൊട്ടടുത്ത വർഷത്തിലോ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം തരുമെന്നാണ്. ഈ തസ്ബീഹ് പറഞ്ഞ ഉടനെ നമ്മൾ പറയണം, അല്ലാഹുമ്മ റസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം വസിയാറത റൗളത നബിയിക മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ റസുഖ്നാ ഹജ്ജ ബൈതിക്കൽ ഹറം
വസിയാറത റൗളത നബിയിക മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ, ഉംറയ്ക്ക് പോകാൻ, ഹലാലായ മുറ നിറവേറാൻ, രോഗങ്ങൾ മാറാൻ, പ്രയാസങ്ങൾ മാറാൻ, പ്രതിസന്ധികൾ മാറാൻ അല്ലാഹു ഈ തസ്ബീഹിന് മഹത്വം കൊടുത്തിട്ടുണ്ട്, പവർ കൊടുത്തിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ തർവീഹയുടെ പകൽ ശ്രദ്ധിക്കാനുള്ളത്, അറഫയുടെ രാവിലെ ശ്രദ്ധിക്കാനുള്ളത്, അതുപോലെ അറഫയുടെ രാവും പകലും, അതുപോലെ തർവീഹയുടെ പകലിൽ ഒന്നും പ്രതിഫലം കിട്ടാത്ത 4 വിഭാഗം ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറഫയുടെ നോമ്പെടുത്താൽ കിട്ടുന്ന 5 പ്രതിഫലങ്ങൾ, അതുപോലെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ തസ്ബീഹും ദുആക്കയാണെന്ന് പഠിച്ചത്. അള്ളാഹു കുറഞ്ഞ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമനാശയവുമായി ഈ വിഷയങ്ങൾ പഠിക്കാനും പകർത്താനും അള്ളാഹു വലിയ തൗഫീഖ് നസീബാക്കട്ടെ. വളരെ വിശാലമാക്കി പറഞ്ഞ് നമ്മുടെ സമയം കളയാനില്ല. കേട്ട് ജീവിതത്തിൽ പകർത്താൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ അറിയിക്കുന്നുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്, മറുപടി നൽകുന്നുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലാണ് ബദറിൻ തീരം എന്ന ചാനൽ, ആ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആ മജ്ലിസ് നിങ്ങൾ പങ്കെടുക്കുക. രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ആ മജ്ലിസ് നടക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഈ തർവീഹയുടെ പകലിൽ, അറഫയുടെ രാവിൽ, അറഫയുടെ പകലിലൊക്കെ സാധുവിനെ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ ദുആയിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. പരസ്പരം ദുആ ചെയ്യുന്നവർ അർശിന്റെ തണലിലെന്നാണ്. അള്ളാഹു ആ വിഭാഗത്തെ ഉൾപ്പെടാൻ വലിയ ഭാഗ്യം തരട്ടെ. ദുആ വസിയത്തോടെ പുതിയ അറിവുകൾക്ക് വേണ്ടി കാത്തിരിക്കും. നാളെ നമുക്ക് കണ്ടുമുട്ടാം ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.